മാലോകർക്കുമതി പ്രമോദമരുളും ശ്രീമൻ മഹാഭാരതം ചേലോലും തതുപജ്ഞമായി വിലസും ശാകുന്തളം നാടകം ഈ ലോകോത്തര സൃഷ്ടി രണ്ടുമതുലം ചേലൊത്തവാലത്തി തന്നാലോലാമല നീല നീരജമിഴിത്തുമ്പിന്റെ വമ്പല്ലയോ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, കൊച്ചി രാജാവിൻ്റെ സദസ്സിനായിരുന്നു കവിതിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. CKGയുടെ ഒരു ശ്ലോകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്. കൊച്ചി രാജാവ് ഒരിക്കലൊരു ടീ പാർട്ടി നടത്തുകയും അതിൽ സവർണരായ ആൾക്കാരെ മാത്രം വിളിക്കുകയും കറുപ്പനെ അത് വിളിക്കാതിരിക്കുകയും ചെയ്തു. അദ്ദേഹം ധീവര സമുദായ അംഗമായിരുന്നു. അദ്ദേഹം അതിന് പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരു കവിത എഴുതി കൊച്ചി രാജാവിന് സമർപ്പിക്കുകയുണ്ടായി. ആ കവിതയിലെ ഒരു ശ്ലോകമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഉദ്യാന വിരുന്ന് എന്നാണ് കവിതയുടെ പേര്. മാലോകർക്കു മതിപ്രമോദമരുളും ശ്രീമൻ മഹാഭാരതം. മാലോകർക്ക് എല്ലാവർക്കും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ശ്രീമൻ മഹാഭാരതം ചേലോലും തതുപജ്ഞമായി വിലസും ശാകുന്തളം നാടകം. അതിൻ്റെ അകത്തു നിന്നാണല്ലോ ശാകുന്തളം എടുത്തിട്ടുള്ളത്. ശാകുന്തളത്തിൻ്റെ കഥ എടുത്തിട്ടുള്ളത് അതിൻ്റെ തതുപജ്ഞമായി വിലസും ശാകുന്തളം നാടകം. ഈ ലോകോത്തര സൃഷ്ടി രണ്ടും അതുലം ചേലൊത്ത വാലത്തി തന്നാലോലാമല്ല നീല നീരജമിഴിത്തുമ്പിൻ്റെ വമ്പല്ലയോ. ഇത് രണ്ടും ഒരു വാലത്തി, അതായത് സത്യവതിയുടെ മകനാണല്ലോ വ്യാസൻ. അപ്പോൾ ഒരു വാലത്തിതൻ ആലോലാമല നീല നീരജമിഴി, നീലത്താമര പോലുള്ള അവളുടെ ആ മിഴിയുടെ തുമ്പിൻ്റെ വമ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സംസ്കാരവും പാരമ്പര്യവും ഉള്ള എന്നെ ഉദ്യാന വിരുന്നിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായില്ല എന്നാണ്. വളരെ പ്രസിദ്ധങ്ങളായ ധാരാളം ശ്ലോകങ്ങളുള്ള ഒന്നാണ് ഉദ്യാന വിരുന്ന്. അദ്ദേഹത്തിൻ്റെ ജാതിക്കുമ്മിയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിത. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുകുളം സ്വദേശി 9ാം ക്ലാസ്സുകാരി അഞ്ജനയാണ്.